നമസ്കാരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പുറത്തായവർക്ക് പരാതി നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 25 ലക്ഷത്തോളം പേരാണ് SIRൽ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്തവരെയാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. പട്ടിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് കൈമാറിയിരുന്നു. ഇവരുടെ സഹായത്തോടെ കണ്ടെത്താനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത്. അതേസമയം രേഖകൾ ഹാജരാക്കേണ്ടവരുടെ എണ്ണവും കുത്തനെ വർദ്ധിച്ചിട്ടുണ്ട്. പലർക്കും ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യം. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ വാഹനത്തിലും വീട്ടിലും നിന്നായി 72 കുപ്പി മദ്യം എക്സൈസ് പിടികൂടി. അഴീക്കോട് മുനക്കൽ മാങ്ങാപ്പറമ്പിൽ വീട്ടിൽ ഷിനിൽ എന്ന കല്യാണിയിൽ നിന്നാണ് മദ്യം പിടികൂടിയത്. BRC മാളയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യം. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ച മിനിമോൾ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നറുക്കെടുപ്പിലാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യം. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ച മിനിമോൾ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. LDF 10, UDF 8, NDA 4, വിമതർ 2 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. 2 കോൺഗ്രസ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഒരു വിമതൻ LDFനെ പിന്തുണച്ചു. BJPയും മിനിമോളെ പിന്തുണച്ചതോടെ LDFനും കോൺഗ്രസിനും വോട്ട് നില 11-11 എന്ന നിലയിലായി. തുടർന്ന് നറുക്കെടുപ്പിലാണ് വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. നേരത്തെ മറ്റത്തൂരിൽ പഞ്ചായത്തിൽ BJPയുടെ വോട്ട് തേടി ജയിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സ്ഥാനം രാജിവെച്ചിരുന്നു. 24 അംഗങ്ങളുള്ള മറ്റത്തൂരിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി LDF ആണ്. 11 സീറ്റ്. 10 സീറ്റാണ് LDFന് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് 8 അംഗങ്ങളും BJPക്ക് 4 അംഗങ്ങളും ഉണ്ടായിരുന്നു. 2 സ്വതന്ത്രരും വിജയിച്ചു. ഇവർ 2 പേരും കോൺഗ്രസ് വിമതരായിരുന്നു. മീഡിയ ടൈം, കൊടകര. കൊടുങ്ങല്ലൂരിൽ വാഹനത്തിലും വീട്ടിലും നിന്നായി 72 കുപ്പി മദ്യം എക്സൈസ് പിടികൂടി. അഴീക്കോട് മുനക്കൽ മാങ്ങാപ്പറമ്പിൽ വീട്ടിൽ ഷിനിൽ എന്ന കല്യാണിയിൽ നിന്നാണ് മദ്യം പിടികൂടിയത്. മേത്തല അഞ്ചപ്പാലം മുതൽ അഴീക്കോട് സുനാമി കോളനി വരെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യക്കാരുടെ പടിവാതിലിൽ എത്തിച്ചു കൊടുക്കുന്ന ഇയാളെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ മോയിഷ് AV, സുനിൽകുമാർ PR, ശിവൻ PV, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് അനീഷ് പോൾ, രാജേഷ് MO ബെന്നി എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. BRC മാളയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ഈ 2 ദിവസത്തെ ക്യാമ്പ് കൊണ്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ അവരുടെ ഒപ്പം തന്നെ അമ്മമാർക്കും ഇതിൽ ടീച്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ അമ്മമാർക്കും ഇതിലൊരുപാട് എന്താ പറയുക റോളുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും അവർ നല്ല മിടുക്കന്മാരായി ഭാവിയിലേക്ക് ഉയർന്നു വരണമെന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, മാള ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലിൻ ജെയിംസ്, അന്നമനട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബൽക്കിസ് സലാം, ബ്രിജി KB, P ലിജു എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളന യോഗം മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾസൺ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. പുത്തഞ്ചിറ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CN പ്രദീപ് അധ്യക്ഷത വഹിച്ചു. 30 വർഷത്തെ സേവനം തികയ്ക്കുമ്പോൾ 30 കിലോമീറ്റർ ഓടി പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ വ്യത്യസ്തനായി സബ് ഇൻസ്പെക്ടർ. കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെ SI KN സത്യനാരായണനാണ് ഈ വ്യത്യസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ.
ഇരിങ്ങാലക്കുട മുരിയാട് സ്വദേശിയാണ് സത്യനാരായണൻ. കൊല്ലങ്കോട് നിന്ന് എരിമയൂർ വരെയുള്ള 30 കിലോമീറ്റർ ദൂരമാണ് സത്യനാരായണൻ മാരത്തൺ ഓട്ടം നടത്തി റെക്കോർഡിട്ടത്. പുലർച്ചെ 4:36 ആരംഭിച്ച ഓട്ടം രാവിലെ 8:05 അവസാനിച്ചത്. 56-ാം വയസ്സിലും താൻ ആരോഗ്യത്തിൽ അസാധാരണനെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ഇരിങ്ങാലക്കുട സ്വദേശി. മെയ് 31 സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കുന്ന സത്യനാരായണന് ജീവിതത്തിൽ എന്തെങ്കിലും റെക്കോർഡിടണമെന്ന മോഹത്തിന് പുറമെ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗത്തിനെതിരായ സന്ദേശവും ഓട്ടത്തിന് പ്രചോദനമായെന്ന് അദ്ദേഹം പറയുന്നു. കേരള കലാകേന്ദ്രം ക്ലബ് അംഗവും കൊല്ലങ്കോട് പോലീസ് സിവിൽ പോലീസ് ഓഫീസറുമായ സരൺ, കലാകേന്ദ്രം അംഗം കൃഷ്ണപ്രസാദ്, പാലക്കാട് കോടതിയിലെ ഉദ്യോഗസ്ഥൻ, വടവന്നൂർ പ്ലൂട്ടോ ക്ലബ് അംഗം രതീഷ് എന്നിവരും സത്യനാരായണനോടൊപ്പം ഓടിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിലെ അകമ്പടിയോടെയായിരുന്നു സത്യനാരായണന്റെ ഓട്ടം. മുമ്പ് 15 കിലോമീറ്റർ വരെ തുടർച്ചയായി ഓടിയിട്ടുണ്ടെങ്കിലും 30 കിലോമീറ്റർ ഓടുന്നത് ഇതാദ്യമായാണ്. 1996 ജനുവരി 29 പാലക്കാട് മുട്ടിക്കുളങ്ങരയിലെ പോലീസ് ക്യാമ്പിലാണ് ആദ്യമായി സത്യനാരായണൻ കാക്കിയണിഞ്ഞത്. ഇരിങ്ങാലക്കുട മുരിയാട് കഴക്കൂട്ട് വീട്ടിൽ മെയ് 31 വിരമിച്ചെത്തുമ്പോൾ മക്കൾക്കും കുടുംബത്തിനും സമൂഹത്തിനും തീർച്ചയായും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേട്ടത്തിൽ അഭിമാനിക്കാം. മീഡിയ ടൈം, തൃശൂർ. CPI മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ TM ബാബു അനുസ്മരണം സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. എനിക്കിപ്പോൾ തോന്നിയത് പൈസയായിട്ട് സംസാരിച്ചപ്പോൾ 2019 ജനുവരി 29 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായി. അന്ന് മാളയിൽ നിന്നൊരു ബസ്സൊക്കെ ഏർപ്പാട് ചെയ്ത് രാത്രി ആ വണ്ടിയിലെ ആളുകളെയൊക്കെ കയറ്റി പറഞ്ഞയച്ച് തിരിഞ്ഞതിന് ശേഷമാണ് ബാബുവിൻ്റെ മരണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാനത് സൂചിപ്പിച്ചത് അതേ ദിവസം തന്നെ ഇന്നും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജില്ലാടിസ്ഥാനത്തിലുള്ള സമരം യാദൃശ്ചികമായി കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുകയാണ്. ബാബുവിനെ സംബന്ധിച്ച് ഞാൻ സാഹിബിനോട് പറയേണ്ട കാര്യമില്ല. ബാബു ദീർഘകാലം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി, അഷ്ടവിചര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടു. MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. VM വത്സൻ, AM ഹക്കീം, PD രതീഷ്, ബൈജു മണന്തറ, MK ബാബു, MS അശ്വതി എന്നിവർ സംസാരിച്ചു. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുകയും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കേണ്ടതായിട്ടുണ്ട്. രക്ഷിതാക്കളെ കൂടി നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വിപത്തായിട്ട് തന്നെ ലഹരി പദാർത്ഥങ്ങൾ നമുക്ക് കാണേണ്ടത്. ഇതിനെതിരായിട്ട് പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ കണ്ടുകൊണ്ട് തന്നെയാണ് വിമുക്തിയിലൂടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളിലും സന്ദേശം എത്തിക്കുന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളിലൂടെ നമുക്ക് ഇത് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തണം, അധ്യാപകരെ ഉപയോഗപ്പെടുത്തണം. അത്തരത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ ഇതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്കൂൾ പ്രധാനാധ്യാപിക P രേഖ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, ലീഗൽ സർവീസ് സൊസൈറ്റി മെമ്പർമാർ, മാള എക്സൈസ് ഇൻസ്പെക്ടർ മാത്യു എന്നിവർ പങ്കെടുത്തു. പൊയ്യ സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ ജംഗ്ഷനിൽ ലഹരി വിരുദ്ധ റാലി നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറ്റത്തൂരിൽ വീണ്ടും കോൺഗ്രസ് BJP സഖ്യം. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ വാഹനത്തിലും വീട്ടിലും നിന്നായി 72 കുപ്പി മദ്യം എക്സൈസ് പിടികൂടി. അഴീക്കോട് മുനക്കൽ മാങ്ങാപ്പറമ്പിൽ വീട്ടിൽ ഷിനിൽ എന്ന കല്യാണിയിൽ നിന്നാണ് മദ്യം പിടികൂടിയത്. BRC മാളയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു.
ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.